Hi, see the question. Given below are two statements. Statement 1 നോക്കൂ. In a Young's double slit experiment, angular separation of fringes will increase as the screen is moved away from the plane of the slits. ആംഗുലാർ വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് വെച്ചാൽ ബീറ്റ ബൈ ഡി എന്നാ കിട്ടുക അല്ലെ. ബീറ്റ ബൈ ഡി, ബീറ്റ എന്ന് പറഞ്ഞാൽ ഡി ലാംഡ ബൈ സ്മോൾ ഡി ഇൻറ്റു ഓക്കെ. ദെർഫോർ തീറ്റ യു വിൽ ഗെറ്റ് ലാംഡ ബൈ സ്മോൾ ഡി ആണ്. ഓ ദാറ്റ് മീൻസ് തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി റേസ് ടു 0 എന്ന് വെച്ചാൽ ഡി എന്ന് പറഞ്ഞാൽ ആരാ? ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നിങ്ങൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്തുകൊണ്ട് ആംഗുലാർ സെപ്പറേഷനിൽ മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? വിൽ ഇൻക്രീസ് എന്നാണ് പറഞ്ഞത്. ദർ മീൻസ് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. യെസ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. സ്റ്റേറ്റ്മെന്റ് 2. In a Young's double slit experiment, the angular separation of fringes will increase when monochromatic source is replaced by another monochromatic source of higher wavelength. കറക്റ്റ് ആണ്. കാരണം എന്താ? ഇവിടെ നോക്കൂ, തീറ്റ എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ ഡി ആണ്. തീറ്റ ഈസ് ലാംഡ ബൈ ഡി. ദാറ്റ് മീൻസ് തീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡ ആണ്. തീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. Therefore, അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്.